ഒരു നാച്ചുറൽ മരപ്പാലാണ് പോയത്. ഹായ്. ഇന്നൊരു കാട്ടിലാലേ. ഇപ്പൊ കണ്ട നിങ്ങളെ ബാക്കിൽ ഒരു മരപ്പാലം കണ്ടോ? നാച്ചുറൽ പാലാണ്. എൻ്റെ കാലിലൊരു പട്ടിക്കുട്ടി കയറിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരാൾ എൻ്റെ കാലിൽ കയറിയിരിക്കണ. അപ്പോ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ഇടുക്കി ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ പോകുന്നത്. അപ്പൊ നമുക്ക് പോവാം. ഓക്കേ. ഇത് കണ്ട കൈസ്, ഇവിടെ ഒരു നാച്ചുറൽ മരപ്പാലം. കാക്കാ വികണ്ടട്ടാ. കാടാണ് കേട്ടോ കൈസ് ഇവിടെ. രസമുണ്ടല്ലേ തൂങ്ങിക്കണ. അതിന്റെ അടിയിൽ കൂടെ മറ്റേ ആ ചെടി നോക്കി. മറ്റേ മണി പ്ലാന്റ് അല്ലത്? മണി പ്ലാന്റ് നല്ല രസമുള്ളൊരു പൂവ്. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഈ പൂവ് കാണുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇടുക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്. പോണ വഴിയിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ കാണാം. ചെറിയ റോഡ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. രണ്ട് സൈഡിലും നല്ല പൂക്കളും നല്ല ഗ്രീനിഷ് കളറൊക്കെ ആയിട്ട്. നീലപക്ഷികൾ ഒരു യാത്രയിൽ തണൽ തേടിയോ, മൂളം കൂട്ടിലെ ഇളം പായയിൽ ഇടം തേടിയോ, ഇതിലെ വരും കിനാത്തെന്നലിൽ താരിളം മല മണം പൂത്തുവോ, തൂവലിൽ തൊടാ തുലാത്തു മഴച്ചാത്തുകൾ കുളിർ കനം തന്നുവോ ആദ്യമാ. അപ്പോൾ വീണ്ടും ഞങ്ങൾ പോണ വഴി നല്ല കിഡിലൊരു സ്ഥലം കണ്ടു. അപ്പോൾ നിങ്ങളത് ഇനിയിപ്പോൾ എത്ര നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഈ സ്ഥലം. അത്രയും കിടിലൻ സ്ഥലമാണ്. ഇപ്പോൾ ഒരു വാട്ടർഫോളാണ്, നല്ല വലുപ്പമുള്ളൊരു വാട്ടർഫോളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെയാണ് ആ വാട്ടർഫോൾ ഉള്ളത്. നല്ല അടിപൊളി കിണ്ണം വാട്ടർഫോളാണ് കണ്ടോ. ആഹാ, ഇതിങ്ങനെ പരന്ന് ഒലിച്ചു പോകുന്നുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ അങ്ങോട്ട് ഇറങ്ങാനോ രക്ഷയില്ല. പക്ഷെ നോക്കട്ടെ, ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് ചാടി. ഇവിടെ ഒരു മരം കാണാം. അയ്യോ,
ഞാനിവിടെ ഒരു മരം കണ്ടോ, ഞാൻ നേരത്തെ കയറിയ പാലം പോലെ, ആ മരത്തുമ്മ കയറിയിട്ടാണ് ഇപ്പം ഞാൻ പോകണത്. അത് നോക്കിയേ, നല്ല കിണ്ണനൊരു പാള്, പൊളി കിടിലൻ. അപ്പം ഞാൻ നിൽക്കുന്നത് കണ്ടോ ഒരു മരത്തിലായിട്ട്, ഈ മരപ്പാലത്തുമ്മ കയറിയിട്ടാണ് ഞാൻ ഈ പാളിലേക്ക് ഇറങ്ങിയത്. നാച്ചുറൽ മരപ്പാലം. സൂര്യൻ വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഇത്രയൊന്നും അല്ല കേട്ടോ, ഇത് നല്ല സൈസ് ഉണ്ട്, നല്ല താഴേക്ക് ഒരുപാടുണ്ട് ഇത്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെയാണ് നമുക്ക് സേഫായിട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അടിപൊളിയാണ്. അടിപൊളി സ്ഥലമാണ് മക്കളെ, പൊളി സ്ഥലം. അപ്പം ഞങ്ങൾ നേരത്തെ നിന്നതിൻ്റെ മുകൾ ഭാഗമാണിത്. ഇവിടെ ഇങ്ങനെ ഒരു വെള്ളക്കെട്ടുണ്ട്, വെള്ളം കെട്ടി നിർത്തിയില്ല കേട്ടോ. അപ്പോൾ ആ നേരത്തെ നമ്മൾ കണ്ട വാട്ടർഫാളിൻ്റെ ബാക്കി ഭാഗമാണിത്. ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ നല്ല രസമുള്ള സ്ഥലമാണ്. കണ്ടോ, KCBൻ്റെ പരിപാടിയാണ് തോന്നുന്നുണ്ട് ഇതൊക്കെ. കാടിൻ്റെ നടുക്ക് നല്ല ഉച്ചയാണല്ലോ അവിടെ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ട് തോന്നുന്നുണ്ട്. KCBൻ്റെ എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചു. എന്തായാലും അടിപൊളിയാണ്. തേയിലക്കാടിൻ്റെ നടുക്കാണ് ഇതൊക്കെ ഉള്ളത്. കുളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ഫ്രഷ് വാട്ടറിൽ കുളിക്കാമായിരുന്നു. ചേട്ടാ ഇങ്ങടെ എന്താ പറയാ സ്ഥലത്തിന് എന്താ പറയാ? കൈനഗിരി. ഓ, ആലപ്പുഴ ഉണ്ടല്ലോ ഒരു കൈനഗിരി. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വിവാഹ കയറി കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ സീനറീസ് ആണ്. ആണോ? തേയിലത്തോട്ടം. പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ നമ്മള് ലക്ഷ്മി എസ്റ്റേറ്റ് ഇല്ലേ, പിന്നെ കയറി നിന്ന വെള്ളച്ചാട്ടമാണ്. പിന്നെ നേരെ വന്ന് മാങ്കുളം, മാനക്കുളം. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് സ്ഥലം? അടിപൊളിയല്ലേ? കിണ്ണങ്കാച്ചി സ്ഥലം മക്കളെ, പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ചുറ്റും കാട്, കാടിന്റെ നടുക്കില് അടിപൊളി. കുറച്ചൊക്കെ പേടിയുണ്ട് കേട്ടോ അങ്ങോട്ട് ഇറങ്ങാൻ, കാരണം ആ മരപ്പാലം അതിലൂടെ നടക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവിടെ കണ്ടോ ഈ ഒരു പാലം, ഇത് നല്ല രസമുണ്ട്. ഈ ഒരു പാലം അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമുക്കൂടെ നടക്കാനേ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തണുപ്പത്ത് ആകെ ഇടങ്ങാറാവും. അതുകൊണ്ടാണ് നമുക്കൂടി ഈ വെള്ളത്തിൽ കൂടി പോവാൻ. പക്ഷെ നല്ല രസമുണ്ട്, ഇവിടെ പോകാൻ തന്നെ തോന്നില്ല. അപ്പൊ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വരിക, അടിപൊളിയാണ് ഈ സ്ഥലം. അപ്പൊ ഞങ്ങളെ യാത്ര തുടരുകയാണ്. അപ്പൊ ഇതുപോലത്തെ കിടിലൻ സ്ഥലങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അതെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടെ ഞങ്ങളെ. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ കിടിലൻ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ നല്ല കിടിലൻ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.